ഒരു ചെറിയ ഇടവേള വേണം. പക്ഷേ ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ കാത്തിരുന്ന സ്ഥാനാർത്ഥി നമുക്കൊപ്പം എത്തിക്കഴിഞ്ഞു. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ കഴിഞ്ഞ തവണ ശ്രീ ആന്റോ ആന്റണിയെ കാണുന്നത് ബസ് സ്റ്റാൻഡിൽ വെച്ചാൽ ഇത്തവണ നമ്മൾ ടൗണിന്റെ നടുക. സൗന്ദര്യം അല്പം കൂടിയിട്ടുണ്ട്, ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. മൊത്തത്തിൽ ഒരു അപ്പിയറൻസിലേക്ക് ഒരു മാറ്റം, ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു. ഇപ്പം ടൗണിലോട്ട് അവരെ അടുത്തു. അതെ. അപ്പൊ നമുക്കൊരു ചായ കുടിച്ചാലോ? നല്ല ക്ഷീണമായിരിക്കും എങ്കിൽ പോലും രാഷ്ട്രീയമായ ക്ഷീണമില്ലല്ലോ. ഞാനേ ഇവിടെ വരുമ്പം ചായ കഴിക്കുകയും രാത്രി ലേറ്റ് ആയിട്ടുള്ളൊരു കട ഇതാ ഇവിടെ വന്നാ തട്ടൊക്കെ കഴിക്കുന്നു. ആണോ? അപ്പൊ ശരി. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ തവണ തോമസ് ഐസക്കിനുമായിട്ട് സംസാരിച്ചത് ഇവിടെ വെച്ചായിരുന്നു. നമസ്കാരം. അപ്പോൾ ശ്രീ ആന്റോ ആന്റണിയാണ് നമുക്ക് ഇവിടെ ഇരിക്കാം. ഓക്കെ, ഞാൻ ഇവിടെയാണ് അല്ലേ? ഓക്കെ, ശ്രീ ആന്റോ ആന്റണി, ചായ കഴിക്കാം. എങ്ങനെയാ, വിത്താണോ വിത്തൗട്ടാണോ, പാല് ചേർത്തതാണോ? മധുരം കമ്മി. അപ്പൊ മധുരം കമ്മി ഒരു ചായ. അപ്പൊ രണ്ട് മധുരം കമ്മി ചായ കഴിഞ്ഞോട്ടെ. അപ്പോഴേ എങ്ങനെയുണ്ട്? നിങ്ങൾ തന്നെ പറയാം, എങ്ങനെയുണ്ട്? മൊത്തത്തിൽ നല്ല റെസ്പോൺസാണ്. പല കേന്ദ്രങ്ങളിൽ നിന്നും താങ്കൾ ഇന്നലെ ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ചർച്ചയിൽ ധാരാളം കോൺഗ്രസ് പ്രവർത്തകർ വന്നു. താങ്കൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളൊക്കെ അവർ എണ്ണിയൊക്കെ പറയുന്നുണ്ട്. താങ്കൾ മണ്ഡലത്തിൽ സജീവമാണ് എന്ന കാര്യം അവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ മണ്ഡലത്തിൽ പൊതുവേ ഒരു കാറ്റുണ്ട്. പക്ഷേ അത് ആർക്ക് അനുകൂലമാണെന്ന് എനിക്ക് പറയുന്നതിന് പരിമിതി ഉണ്ടെന്ന് അങ്ങേക്ക് അറിയാലോ. അത് ഇവരോട് ചോദിച്ചാൽ മതി, ഇവർ പറയും. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ പ്രതികരണം തേടി. ഇതൊരു UDF മണ്ഡലം ആയതുകൊണ്ട് ഞാൻ അല്പസമയം മുമ്പ് അനിൽ ആന്റണിയുമായി സംസാരിച്ചു. അപ്പോൾ അനിൽ ആന്റണി തന്നെ സംബന്ധിച്ചത് ഇതൊരു കോൺഗ്രസിൻ്റെ ഒരു ബാസ്റ്റനാണ്, കോൺഗ്രസിൻ്റെ ഒരു കോട്ടയാണ് എന്നാണ്. പക്ഷേ ഇത്തവണ മാറ്റം ഉണ്ടാകുമെന്ന് അനിൽ ആന്റണി പറയുന്നുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് ലാപ്പ് ഓടി തീരുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രതികരണം? അല്ല, എനിക്ക് ജനങ്ങളിൽ നിന്ന് ഇതുപോലെ പിന്തുണ കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പില്ല. എനിക്കൊന്ന് ഏറ്റവും ടഫസ്റ്റ് ആയ ഒരു തെരഞ്ഞെടുപ്പ് ഇതാണോ യഥാർത്ഥത്തിൽ? പല കാരണങ്ങൾ കൊണ്ട്. കാര്യം 3 വർഷം പൂർത്തിയാക്കുന്ന ഒരു MPയെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പ് എപ്പോഴും ടഫായിരിക്കും. അല്ല, ടഫസ്റ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് സുരേന്ദ്രൻ ഉണ്ടാക്കിയ വലിയൊരു വെല്ലുവിളിയുണ്ട്. ശബരിമല ഇത് ചെയ്ത്, പിന്നെ ഞങ്ങളുടെ അടിസ്ഥാന കോൺഗ്രസ് വോട്ടുകളിൽ കടന്നു കയറാൻ LDFന്റെ സ്ഥാനാർത്ഥി ശ്രമിച്ചു. അപ്പോൾ കഴിഞ്ഞ തവണത്തെയായിരുന്നു ഏറ്റവും. ഇത്തവണ ജനങ്ങളാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇത്തവണത്തെ ഞങ്ങളുടെ സാഹചര്യം അറിയാമല്ലോ. ഞങ്ങളുടെ 10 ന്യായ പൈസ ഇല്ല, ഞങ്ങളുടെ പണമില്ല. ശരിക്കും സത്യമാണോ? പൈസയെ ഇല്ല. പക്ഷേ പ്രചരണത്തിൽ അതിന്റെ കുറവൊന്നും കാണുന്നില്ല. എല്ലാം പ്രവർത്തകർ ചെയ്യാണ്. അതായത് ക്രൗഡ് ഫണ്ടിങ് ആണോ? അതാത് പ്രദേശത്തെ പ്രവർത്തകർ അവിടുത്തെ കാര്യം ഏറ്റെടുക്കുന്നു, ചെയ്യുന്നു, അവർ കാശുണ്ടാക്കുന്നു, അവർ കാര്യം നടത്തുന്നു. നമുക്ക് ഫണ്ടില്ല എന്നുള്ള അറിയാവുന്നതുകൊണ്ട് പ്രവർത്തനത്തിന് ഒരു കുഴപ്പം വരാതെ അവരാണ് നോക്കുന്നത്. അതെ. ഈ ചായക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? പശുവിന്റെ പാല. അപ്പോൾ പ്രേക്ഷകർ ചോദിക്കും പശുവിന്റെ അല്ലാതെ വേറെ പാലുണ്ടോ? അതുകൊണ്ട്. അതല്ല, ഇത് നാടൻ പശുവിന്റെ എന്ന് പറഞ്ഞാൽ കവർ പാലല്ല. ഇതൊരു നല്ല ഇവിടുത്തെ കേറ്ററിംഗ് ഗ്രൂപ്പാണ്. അവരുടെ പിന്നെ എംപ്ലോയീസ് തന്നെയാണ് ഇത് നടത്തുന്നത്. അപ്പോൾ വളരെ രുചികരമായ ഭക്ഷണം. ഇതിപ്പം തട്ടുഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റാർ ഭക്ഷണമാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം, നമുക്ക് രാഷ്ട്രീയ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ്. ഈ നല്ല ചൂടാണ്, 38-39 ഡിഗ്രി. എങ്ങനെ മാനേജ് ചെയ്യുന്നത്? അല്ല, ഈ 4-5 മഴ കൊണ്ട് ഈ കഴിഞ്ഞ 1-2 ദിവസത്തെ ഇന്നൊക്കെ ചൂട് കുറവാണ്. ഒരു ആദ്യത്തെ ഒരാഴ്ച തീക്കകത്തൂടെ പോകുന്ന പോലെയായിരുന്നു, പൊള്ളുകായിരുന്നു. കാരണം ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ രാവിലെ ഇട്ട പരിപാടി സ്വീകരണങ്ങൾ കൂടും, പരിപാടി ഡിലേഡ് ആവും. നമ്മളിപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഊണ് കഴിക്കാൻ കയറാൻ പറ്റുള്ളൂ. ആ ഒരു 12 തൊട്ട് 3 വരെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ നമ്മൾ വിശന്ന് ഇരിയുന്നു, ശാരീരികമായി തളരുന്നു, ചൂട്. പിന്നെ നമ്മളെ കാത്തു നിൽക്കുന്നവരോ, അവർ ഈ പ്രോഗ്രാം ഡിലേ ആകുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കാത്തു നിൽക്കും. ബുദ്ധിമുട്ടുണ്ടോ? പക്ഷെ ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഒരു കാലാവസ്ഥ വെച്ച് നോക്കിയാൽ വലിയ ബുദ്ധിമുട്ട്, വെല്ലുവിളി നിറഞ്ഞൊരു വെല്ലുവിളിയാണ്. ഉച്ച കഴിഞ്ഞത്തെ സ്ഥിതി നേരെ തിരിച്ചാൽ ഇവിടെ മറ്റു സ്ഥലം പോലല്ല. ഒരു 4-4:30 ആകുമ്പോൾ മഴ തുടങ്ങും. ഈ മഴ മുഴുവൻ നമ്മൾ നനഞ്ഞിട്ട് പിന്നെ കാറ്റടിച്ച് ഉണങ്ങുകയാണ്. ഓക്കെ. അപ്പോൾ 4 റൗണ്ട് പൂർത്തിയാക്കിയോ? എങ്ങനെയാ? ഇപ്പം 3 റൗണ്ട്, 4ാമത്തെ റൗണ്ടിലോട്ട് കയറുന്നു. 4ാമത്തെ റൗണ്ടിലേക്ക് കയറുന്നു. അപ്പോൾ 4ാമത്തെ റൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമില്ലാതിരുന്ന ഒട്ടേറെ വിഷയങ്ങൾ വീണ്ടും ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ വന്നു. ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ആ വഴിക്ക് പോയി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുമ്പോൾ ഈ രാഹുൽ ഗാന്ധി വേഴ്സസ് CM എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. ഞാൻ മണ്ഡലത്തിലേക്ക് വരാം. അതിന് മുമ്പ് അതിൽ ഈ വിവാദങ്ങളൊക്കെ ഈ സമയം അത്തരം വിവാദങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളെ സഹായിക്കുക? പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ഇന്ത്യ മുന്നണിയിൽ തന്നെ പെട്ടൊരു നേതാവ് പറയുന്നു, ആ മുഖ്യമന്ത്രി ആ നേതാവിനെതിരെ പറയുന്നു. അല്ല, ഒരു റിയൽ ഫാക്ട് നമുക്കെല്ലാം അറിയാവുന്ന ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതി എന്ന് പോലും CPMനെ മാറ്റി നിർത്തി. ഇവിടെ BJPക്ക് സഹായകരമായ നിലപാടെടുക്കുന്നു. ഇവിടെ BJP CPM ഒറ്റ ട്രാക്കിലാണ് പോകുന്നത്. 2 പേർക്കും കോൺഗ്രസ് മുക്ത കേരളം, കോൺഗ്രസ് മുക്ത ഭാരതം. ആ BJP ഞാൻ ചോദിക്കട്ടെ, BJPയും
CPM-ഉം ഒറ്റ ട്രാക്കിലാണ് പോകുന്നത്. 100%. മണ്ഡലത്തിലും അങ്ങനെ തന്നെയാണ്. മണ്ഡലത്തിലും അങ്ങനെ തന്നെ. കാരണം അവർ രണ്ടുപേരും എന്നെ മാത്രം അറ്റാക്ക് ചെയ്യാണ്. അവര് പിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ, ഇത് ജനാധിപത്യത്തിന്റെ അവസാന നാളുകളാണ്. ഈ തെരഞ്ഞെടുപ്പോടെ BJP ജയിച്ചാൽ ഇവിടെ ഏകാധിപത്യമാണ്. പിന്നെ ഈ നാട്ടിൽ ജനാധിപത്യം എന്ന് പറയുന്നത് ഇല്ല. ഭരണഘടന ഭേദഗതി ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഇതൊക്കെ അറിയാവുന്ന ഒരു പാർട്ടിയാണല്ലോ CPM. പക്ഷേ അവര് അതിനെക്കുറിച്ചൊരു അക്ഷരം, നരേന്ദ്രമോദി എന്നുള്ള വാക്ക് ഈ മുഖ്യമന്ത്രി ഉച്ചരിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ ഉച്ചരിച്ചിട്ടുണ്ടോ? അപ്പം BJPക്ക് സഹായകരമായ നിലപാടെടുക്കുന്നു. അവർ തമ്മിൽ വലിയ അന്തർധാരയാണ്. അവർക്ക് ഓരോരുത്തർക്കും സഹായകരമായെടുത്ത് മറ്റുള്ളവർക്ക് വോട്ട് മറിച്ചു കൊടുക്കുക. അപ്പം അത്തരത്തിലുള്ള പത്തനംതിട്ടയിൽ അങ്ങനെയുള്ള നീക്കമുണ്ടെന്ന് ശ്രീ ആന്റോ ആന്റണിക്ക് തോന്നുന്നുണ്ട്. പത്തനംതിട്ട രണ്ട് കാര്യം നടക്കുന്നത്. ഒന്ന്, വോട്ടിംഗ് മെഷീൻ വന്നു കഴിഞ്ഞപ്പം ചെയ്തപ്പോൾ തന്നെ എനിക്ക് ചെയ്ത് വോട്ട് വിവിപാറ്റ് വന്ന അനിൽ ആന്റണിക്ക്. അങ്ങനെ വന്നോ? വന്നു. ഞങ്ങൾ പരാതി കൊടുത്തു. നേരത്തെ വന്ന പരാതി. ഞങ്ങൾ പരാതി കൊടുത്തു, ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു. പക്ഷേ യാതൊരു റെസ്പോൺസും ഇല്ല.